ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മൾ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര കഥയിലേക്കാണ്. ഇതിനു മുമ്പുള്ള വീഡിയോസിൽ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് 1905 നടന്ന ബംഗാൾ വിഭജനവും തുടർന്ന് ഇന്ത്യയിൽ ഒട്ടാകെ നടന്നൊരു പ്രക്ഷോഭം, കോൺഗ്രസ്സിൽ തന്നെ ആശയപരമായുള്ള ആ പ്രക്ഷോഭത്തിനെ സംബന്ധിച്ച് ആശയപരമായി ഉണ്ടായിരുന്ന ചേരിതിരിവ്, മിതവാദികളും തീവ്രവാദികളും എന്നൊരു ചേരിതിരിവായിരുന്നു, അവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ്. അതിനോടൊപ്പം തന്നെ നമ്മൾ സവർക്കറിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പോകുന്നതും കണ്ടിന്യൂസ് ആയിട്ടുള്ള അതിന് ശേഷം നടന്ന ഇവൻറ്റുകളിലേക്കാണ്. അപ്പോൾ 1907 ഇന്ത്യയിലൊരു സംഘടന രൂപം കൊള്ളുന്നു. അനുശീലൻ സമിതി എന്നാണ് സംഘടനയുടെ പേര്. ആ സംഘടനയ്ക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനിയായ ഒരാളായിരുന്നു ബരീന്ദ്ര ഘോഷ്. ബരീന്ദ്ര ഘോഷ് അരബിന്ദോ ഘോഷിൻ്റെ സഹോദരനായിരുന്നു. അരബിന്ദോ ഘോഷിനെ കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിദേശത്തെല്ലാം പോയി പഠിക്കുകയും പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ ആക്റ്റീവായി പങ്കെടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ അനുശീലൻ സമിതി 1907 തുടങ്ങുന്നു. വളരെ ശക്തമായ റെവല്യൂഷണറി ഐഡിയാസ് ഉള്ള ഒരു സംഘടനയായിരുന്നു ഈ അനുശീലൻ സമിതി. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തെ റെവല്യൂഷണറി സംഘടന എന്ന് നമുക്ക് വേണമെങ്കിൽ അനുശീലൻ സമിതിയെ വിളിക്കാം. അപ്പോൾ ഈ സമിതി ഉണ്ടാകുകയും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സായുധമായ പോരാട്ടത്തിന്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഓഫീസർമാരെ വകവരുത്തുന്ന രീതിയിലുള്ള ചിന്തകൾക്കും പ്രവൃത്തികൾക്കുമൊക്കെ ഈ സംഘടന അത്ര ഒരു തോട്ട് പ്രോസസ്സിന് സപ്പോർട്ടീവായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു ബ്രിട്ടീഷ് ഓഫീസർ അതിക്രൂരമായി ഇന്ത്യക്കാർ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഒരു ന്യായവുമില്ലാതെ ഇന്ത്യക്കാരോട് പെരുമാറുന്നു, അങ്ങനെയാണെങ്കിൽ ആ ബ്രിട്ടീഷ് ഓഫീസറെ വകവരുത്തുക എന്നുള്ള ഒരു ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ പ്രോസസ്സാണ് അനുശീലൻ സമിതിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അനുശീലൻ സമിതി തുടങ്ങുന്നു. ഒരുപാട് ആൾക്കാർ അതിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. പല പ്രമുഖ വ്യക്തികളും അനുശീലൻ സമിതിയുമായി നേരിട്ടോ അല്ലാതെയൊക്കെ പ്രവർത്തിക്കുന്നു. അങ്ങനെ അനുശീലൻ സമിതി ഇത്തരത്തിലുള്ള ഈ വിപ്ലവകരമായ ചിന്തകളുമായി മുന്നോട്ട് പോകുമ്പോൾ അവരാദ്യം ലക്ഷ്യം വെച്ച ബ്രിട്ടീഷ് ഓഫീസറുകളിൽ ഒരാളായിരുന്നു കൽക്കട്ടയിലെ മജിസ്ട്രേറ്റായിരുന്ന കിങ്സ്ഫോർഡ്, ഡഗ്ലസ് കിങ്സ്ഫോർഡ്. അപ്പോൾ ഈ ഡഗ്ലസ് കിങ്സ്ഫോർഡ് ഇന്ത്യക്കാർക്കൊരു വലിയ തലവേദനയായിരുന്നു. കാര്യം പുള്ളി ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് പോലും നാട് കടത്താനും പിന്നെ തൂക്കിക്കൊല്ലാനും ഒക്കെ വിധിക്കുന്ന രീതിയിലുള്ള ഒരു ന്യായവുമില്ലാത്ത ഒരു ന്യായാധിപനായിരുന്നു ഡഗ്ലസ് കിങ്സ്ഫോർഡ്. അപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിന് പോലും അറിയാമായിരുന്നു വിപ്ലവകാരികൾ കിങ്സ്ഫോർഡിനെ നോട്ടം ഇട്ടിരിക്കുകയാണ് അയാളുടെ പ്രവൃത്തികൾ കൊണ്ടെന്നുള്ള രീതിയിൽ. അങ്ങനെ ബ്രിട്ടീഷ് സർക്കാർ തന്നെ കിങ്സ്ഫോർഡിനെ കൽക്കട്ടയിൽ നിന്ന് മുസാഫർപൂരിലോട്ട് മാറ്റുന്നു. പക്ഷേ കിങ്സ്ഫോർഡിനെ പിന്തുടർന്ന് രണ്ട് വ്യക്തികൾ വരുന്നുണ്ടായിരുന്നു. ഒന്ന് പ്രഫുല്ല ചന്ദ്ര ചക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി, മറ്റേത് ഖുദ്ദിറാം ബോസ്. ഇവർ രണ്ടുപേരും വളരെ ചെറുപ്പം ചെന്ന ഒരു 18-20 വയസ്സ് പ്രായമുള്ള രണ്ട് ചെറുപ്പക്കാരാണ്. അങ്ങനെ ഇവർ കിങ്സ്ഫോർഡിന് പുറകെ തന്നെ ഉണ്ടായിരുന്നു. കിങ്സ്ഫോർഡ് കൽക്കട്ടയിൽ നിന്നും മുസാഫിർപൂർ എത്തിയപ്പോൾ ഇവർ അദ്ദേഹത്തിൻ്റെ കൂടെ മുസാഫിർപൂർ എത്തി. വേഷം മാറി അവർ മുസാഫിർപൂർ തന്നെ താമസിക്കുന്നു. എല്ലാ സ്ഥലങ്ങളും റൂട്ടുകളും ഒക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെ 1908 ഏപ്രിൽ 30 രാത്രി കിങ്സ്ഫോർഡിനെ വകവരുത്താനായിട്ട് പ്രഫുല്ല ചന്ദ്രയും ഖുദ്ദിറാം ബോസും കൂടി തീരുമാനിക്കുന്നു. അപ്പോൾ രാത്രി അദ്ദേഹം വരുന്ന വഴിയിൽ ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഈ കിങ്സ്ഫോർഡ് വളരെ കെയർഫുള്ളാണ്. അത്ര പെട്ടെന്നൊന്നും പുള്ളി അങ്ങനെ വെളിയിലൊരു കാര്യത്തിനും പോകാറില്ല. കോടതി വീട് അതിന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും വളരെ വളരെ അത്യാവശ്യം വന്നാൽ മാത്രമേ പുള്ളി വെളിയിലോട്ട് പോകാറുള്ളൂ. കാരണം പുള്ളിക്കും അറിയാം വെളിയിൽ പോയാൽ ഡേഞ്ചറാണ് എന്നുള്ളത്. അങ്ങനെ ഇവരൊരു ആരണ്ട വെളിച്ചമുള്ള ഒരു തെരുവിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നു. ഒരു കുതിരവണ്ടി വരുന്നു. കിങ്സ്ഫോർഡിൻ്റെ കുതിരവണ്ടി വരാൻ നേരമായിരിക്കുന്നു. ആ ഒരു കുതിരവണ്ടി കുളമ്പുഴയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി അത് കിങ്സ്ഫോർഡാണെന്ന്. കുതിരവണ്ടി അടുത്തെത്തിയപ്പോൾ ഇവർ ബോംബ് എറിയുന്നു. ബോംബ് പൊട്ടുന്നു. പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് അത് കിങ്സ്ഫോർഡിൻ്റെ കുതിരവണ്ടി ആയിരുന്നില്ല, അതിന് മുമ്പ് സഞ്ചരിച്ച വേറൊരു കുതിരവണ്ടിയായിരുന്നു. അതിനകത്ത് ഉണ്ടായിരുന്ന 2 ബ്രിട്ടീഷ് വനിതകളായിരുന്നു എന്നുള്ളത്. എന്തായാലും ബ്രിട്ടീഷ് വനിതകൾക്ക് മരണം സംഭവിക്കുന്നു. പക്ഷേ ഖുദ്ദിറാമും പ്രഫുല്ല ചന്ദ്രയും ഇത് കഴിഞ്ഞ് പിന്നെ അവർക്കവിടെ നിൽക്കാനായിട്ട് വരുന്നില്ലല്ലോ. അവരവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവർ ഓടി രക്ഷപ്പെടുന്നു. ഈ ഓടുന്നതിന് മുമ്പായിട്ട് അവർ നിർഭാഗ്യം എന്ന് പറയട്ടെ, അവർ ഷൂസ് ഊരി കൈ പിടിക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവരത് ഒരു മരത്തിൻ്റെ സൈഡിൽ വയ്ക്കുന്നു. കാരണം വേഗത്തിൽ ഓടാൻ സാധിക്കുന്നുള്ളത് ഒന്നുകൊണ്ട്. അപ്പോൾ പോലീസ് വരുന്നു. പോലീസ് വന്ന് ഈ പരിസരം ആകെ അരിച്ചു പറക്കുന്നു. അവർക്ക് ഷൂസ് കിട്ടുന്നു. അപ്പോൾ ഷൂസ് ഇടാത്ത 2 ചെറുപ്പക്കാർ, ഇത് രാത്രിയാണ് സംഭവം നടക്കുന്നത്, ഷൂസ് ഇടാത്ത 2 ചെറുപ്പക്കാർ കാണുവാണെന്നുണ്ടെങ്കിൽ, സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ കാണുവാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകൾക്കെല്ലാം സന്ദേശം കൊടുക്കുന്നു. അപ്പോൾ ഒട്ടാകെ ആൾക്കാർക്കെല്ലാം ഇതിനെപ്പറ്റി, അതായത് പോലീസിൻ്റെ വിഭാഗത്തിലുള്ള ആൾക്കാർക്കെല്ലാം ഇതിനെപ്പറ്റി മനസ്സിലാവുന്നു. അവരിതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ, ഇത്തരം ആൾക്കാരെ കാണുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഓടുവാണ്. ഈ പ്രഫുല്ല ചന്ദ്രയും ഈ ഖുദ്ദിറാം ബോസും കൂടെ ഓട്ടം രാത്രി മുഴുവൻ ഓടുവാണ്.
അങ്ങനെ ഓടി 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 ഒരു മൊഖ്രാമട്ട് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തും. റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഞാൻ പറഞ്ഞത് കറക്റ്റാണോ എന്ന് അറിയത്തില്ല. മൊഖ്രാമട്ട് എന്നാണ് ഞാൻ പഠിച്ചതെന്ന് മനസ്സിലാക്കിയത്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയ അവർ തീരുമാനിക്കുന്നു, ഇനി തങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് രണ്ടായി പിരിയാമെന്ന് പറഞ്ഞ് അവർ കൈകോർത്ത് ആശ്ലേഷിച്ചു. പിന്നെ ജീവനോടെ ആണെങ്കിൽ ജീവനോടെ കാണാം, ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് അവർ പിരിയുന്നു. അപ്പോൾ ആ സ്റ്റേഷനിൽ വെച്ച് തന്നെ വേറൊരു ട്രെയിനിലോട്ട് കയറാൻ ആയിട്ട് പ്രഫുല്ല ചന്ദ്ര കയറുന്നു. വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന ട്രെയിനിൽ അവിടെ വെച്ച് തന്നെ കയറുന്നു. ഖുദീറാം വീണ്ടും ആ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പോൾ ഈ പ്രഫുല്ല ചന്ദ്ര കയറിയ ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല, അത്യാവശ്യം പുള്ളി കയറി ഒരു സീറ്റ് ഇരിക്കുവാണ്. അപ്പോൾ ആ സീറ്റിന് നേരെ അടുത്തായിട്ട് വേറൊരാളിരിപ്പുണ്ട്. അപ്പോൾ അയാൾ നോക്കുമ്പോഴത്തേക്കും ഈ പ്രഫുല്ലചന്ദ്രൻ ആകെ ക്ഷീണിച്ച് വേർത്ത് കുടിച്ചിരിക്കുവാണ്. ഈ 3 മണി 4 മണിക്ക് സമയത്ത് എന്തിനാണ് ഒരാൾ വേർതിരിക്കുന്നത്? ഇയാൾ ഇങ്ങനെ ചോദ്യം ചോദിക്കണം, താങ്കൾ എവിടെ പോയിട്ട് വരുവാണ്, എന്താണ് താങ്കൾ വേർതിരിക്കുന്നത്, താങ്കളുടെ കാലിലൊക്കെ ചെളിയാണല്ലോ, എന്താണ് കാര്യം നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുവാണ്. അപ്പോൾ പ്രഫുല്ല ചന്ദ്രയ്ക്ക് ഇതൊന്നും ആൻസർ ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല. ആ പുള്ളി വേണ്ട എന്നുള്ള രീതിയിലേക്ക് ആൻസർ ചെയ്യുന്നു, പക്ഷേ രക്ഷയില്ല. അപ്പോൾ ട്രെയിൻ അടുത്തൊരു സ്റ്റേഷനിലെത്തി. അവിടെ നിർത്തിയപ്പോൾ അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ വെള്ളമുണ്ട്. അപ്പം ഈ പ്രഫുല്ല ചന്ദ്ര ഈ രാത്രി കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. പുള്ളി വെള്ളം കണ്ടപ്പോൾ ഭയങ്കര വെള്ളതാണ്. പുള്ളി നേരെ പോയി നല്ല ധാരധാരായിട്ട് വരുന്ന വെള്ളത്തിന് പുള്ളി കുടിക്കുന്നു. അപ്പോൾ അങ്ങനെ കുടിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഈ ട്രെയിനിലിരുന്ന സഹയാത്രികന് വലിയ സംശയം, ഇവനെന്തോ പ്രശ്നത്തിൽപ്പെട്ടിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രൂപത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ വരേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ അയാൾ എന്തോ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട് ട്രെയിനിൻ്റെ അകത്ത്. അപ്പോൾ പ്രഫുല്ലേന്ദ്രയ്ക്കും ചെറിയൊരു ഭയമുണ്ട്. അപ്പോൾ ട്രെയിൻ അടുത്ത സ്റ്റേഷൻ എത്തിയപ്പോഴത്തേക്കും പോലീസ് ഒട്ടാകെ വളഞ്ഞു. അപ്പോൾ പോലീസിൽ തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു സഹയാത്രികൻ. പ്രഫുല്ലചന്ദ്രയെ പിടിക്കാനായിട്ട് പോലീസുകാർ അവിടെ വെച്ച് ശ്രമം നടത്തും. പക്ഷെ തൻ്റെ കയ്യിലുള്ള നിറത്തോക്കെടുത്ത് സ്വയം നിറയൊഴിച്ച് പ്രഫുല്ലചന്ദ്ര ആത്മഹത്യ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ 18-20 വയസ്സ് ആ ഒരു ഏജേ ഉള്ളവർക്ക് അതേസമയം ഖുദീറാം ഓടി രക്ഷപ്പെടുന്നു. ഇപ്പോൾ ഖുദീറാം വീണ്ടും ആൾത്തിരക്കൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ വെച്ച് ഖുദീറാമിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഷൂസ് ഇല്ലാത്ത ഒരു ആൾ എന്നുള്ള രീതി, എല്ലാവരും ഷൂസ് ഇട്ടുകൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ല, സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇത്രയും രാവിലെ അങ്ങനെയൊക്കെ ഉള്ള പല ഫാക്ടേഴ്സ് വെച്ച് നോക്കിയിട്ട് അവർ ഖുദീറാമിനെ അറസ്റ്റ് ചെയ്യുന്നു. ന്യായാധിപൻ്റെ മുന്നിൽ ഹാജരാക്കുന്നു. ഖുദീറാമിനെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കുവാണ്. 18 വയസ്സോ മറ്റോ പ്രായമുള്ളൂ. ആ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ ജഡ്ജിനോടുള്ള സംസാരമൊക്കെ നമുക്ക് പുസ്തകങ്ങളിലും ഗൂഗിളിലും ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. ദ ടീനേജർ ഹു ഡൈഡ് അറ്റ് സ്മൈലിംഗ് എന്നാണ്, ഡൈഡ് വിത്ത് എ സ്മൈൽ എന്നാണ് പിന്നെ ഖുദീറാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അത്ര വീരോചിതമായ ഒരു ഏടാണ് ഖുദീറാമിൻ്റെയും ഈ പ്രഫുല്ലചന്ദ്രയുടെയും. അങ്ങനെ ഒട്ടനവധി പേര് ഈ ബംഗാൾ വിഭജനത്തിന് ശേഷം ഇന്ത്യയിൽ പുറപ്പെട്ട പ്രക്ഷോഭത്തിൽ സായുധപരമായ ബ്രിട്ടീഷിനെ നേരിട്ട, അല്ലെങ്കിൽ വിപ്ലവപരമായ ബ്രിട്ടീഷുകാരെ നേരിട്ടവരുടെ എണ്ണത്തിൽ വളരെയധികം വർധന വന്നു. ബ്രിട്ടീഷുകാർക്ക് തന്നെ ഇത് വലിയ തലവേദനയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഓഫീസർമാർ ഇന്ത്യക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളെ വധിക്കാൻ പദ്ധതി കിട്ടുന്നൊരു സാഹചര്യമായിരുന്നു. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു സംഭവം ഇതായിരിക്കും. റോബർട്ട് ആഷെ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വാഞ്ചി അയ്യർ അല്ലെങ്കിൽ വാഞ്ചിനാഥൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റർ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനി വധിക്കുകയുണ്ടായി. വെടിവെച്ച് ഒരു ട്രെയിനിൻ്റെ അകത്ത് വെച്ച് സഞ്ചരിക്കുമ്പോൾ സലൂണിൽ വെച്ചിട്ട് വെടിവെച്ച് വയ്ക്കുകയാണ്. ഇത് വേറെ ആരെയും എനിക്ക് വധിക്കാൻ താല്പര്യമില്ല, കയ്യിൽ തോക്കുണ്ട്, പിന്നെ ഉണ്ടയുണ്ട്, പക്ഷേ എനിക്ക് വേറെ ആരെയും വെടിവെക്കാൻ താല്പര്യമില്ല, എൻ്റെ ലക്ഷ്യം ഇയാളെ മാത്രമാണ്, ഞാൻ ഇയാളെ മാത്രമേ വെടിവെക്കുമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പോലീസുകാർ വാഞ്ചി അയ്യരെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ വാഞ്ചി അയ്യര് പിടികൊടുക്കുന്നില്ല. അദ്ദേഹം സൂയിസൈഡ് ചെയ്യുവാണ്. പക്ഷേ സൂയിസൈഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി ഉണ്ടായിരുന്നു. ഈ ഡയറിക്കകത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ ആൾക്കാരെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോമസുന്ദരം പിള്ള, അറുമുഖം പിള്ള, അങ്ങനെ ഒരുപാട് തിരുവിതാംകൂർ നമ്മളെ കേരളവുമായി ബന്ധപ്പെട്ട് പോലും നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ ആ പിന്നെ കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. കുറച്ചുപേർ മാപ്പുസാക്ഷികളായി, ബാക്കിയുള്ളവരെ നാട് കടത്താനും തൂക്കിൽ ഏറ്റാനും ഒക്കെ ശിക്ഷിക്കുകയുണ്ടായി. അങ്ങനെ വലിയ തോതിലുള്ള ഒരു വിപ്ലവ പോരാട്ടം നടന്ന ഒരു വർഷമായിരുന്നു ഈ 1905 തൊട്ട് 1910 വരെ. 1910 കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഈ ബ്രിട്ടീഷ് സർക്കാരിന് മനസ്സിലായി ബംഗാൾ വിഭജനം ഒരു വലിയ തെറ്റാണ്, തങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു. ലോർഡ് കേഴ്സൺ തങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ പണിയാണ് ഈ ബംഗാൾ വിഭജനമെന്ന് അവർക്ക് മനസ്സിലായി.
അങ്ങനെ ബംഗാൾ വിഭജനം മാറ്റണം. പക്ഷേ എങ്ങനെ മാറ്റും? ഇത് സർക്കാർ പേടിച്ച്, ഈ സമരക്കാരെ പേടിച്ച് സർക്കാർ മാറ്റി എന്നുള്ളൊരു ധാരണ കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഇവരിങ്ങനെ ഇതിങ്ങനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1911 ജോർജ് അഞ്ചാമൻ രാജാവ് ബ്രിട്ടനിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ പത്നിയുമായിട്ട് ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിരീടധാരണമാണ്. കിരീടധാരണത്തിൽ ഇന്ത്യയൊക്കെ അവരുടെ പ്രോപ്പർട്ടി, രാജാവിൻ്റെ പ്രോപ്പർട്ടി എന്നുള്ള നിലയ്ക്കൊക്കെയാണ്. അപ്പോൾ എക്സ്ക്യൂസ് മീ, ജോർജ് അഞ്ചാമൻ വരുന്നു, അദ്ദേഹത്തിന് കിരീടധാരണം നടക്കുന്നു. അങ്ങനെ ഈ കിരീടധാരണം നടക്കുന്ന സമയത്ത് 2 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ജോർജ് അഞ്ചാമൻ നടത്തുന്നു. ഒന്നാമത്തെ പ്രഖ്യാപനം ഈ ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്തു. ഇനി ബംഗാൾ വിഭജനം ഇല്ല. ഇനി അത് ബംഗാൾ പ്രസിഡൻസി എന്നുള്ളത് ഒറ്റ എൻറ്റിറ്റി ആയിട്ട് വരും എന്നുള്ളതായിരുന്നു. ഇന്നെന്തോ ഇന്ത്യക്കാർക്ക് നമ്മളത് അങ്ങനെ ചെയ്യുവാണ് എന്നുള്ള രീതിയിൽ ഒരു വലിയ കനിഞ്ഞ് തരുന്നത് പോലെ, അല്ല നമ്മൾ സമരം കണ്ട് പൊറുതിമുട്ടിക്കൊണ്ടൊന്നും അല്ല. രണ്ടാമത്തെ പ്രഖ്യാപനം ഇത് വളരെ പ്രധാനമാണ്. കൽക്കട്ടയിൽ നിന്നും ബ്രിട്ടീഷ് ഭരണസിരാകേന്ദ്രം ഡൽഹിയിലോട്ട് മാറുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാണ്. കാര്യം 1757 റോബർട്ട് ക്ലൈവ് സിറാജ് ഉദ് ദൗളയെ പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കഴിഞ്ഞ ആ സമയം തൊട്ട് ബംഗാളായിരുന്നു ഇവരുടെ മെയിൻ സെൻറ്റർ. ഈ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു ഈറ്റില്ലം എന്ന് പറയുന്നത് ബംഗാളായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് പേരുടെ ജനനവും ബംഗാളും നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ജനിച്ചതും അവരെ പോരാട്ടങ്ങളിലേക്ക് വന്നതുമെല്ലാം ബംഗാളിൽ നിന്നായിരുന്നു. കാരണം ബംഗാൾ ഇതിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രം ഈറ്റില്ലമൊക്കെ ആയിരുന്നു. പക്ഷേ ഇനി ബംഗാളല്ല അതിൻ്റെ മെയിൻ കേന്ദ്രം, ഡൽഹിയാണ് എന്ന് പറയുന്നു. അങ്ങനെ ഡൽഹിയിലേക്ക് ബ്രിട്ടീഷ് സർക്കാർ മാറാനായിട്ട് തീരുമാനിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന ഇന്നത്തെ ന്യൂ ഡൽഹി എന്ന് പറയുന്ന എഡ്വാർഡ് ല്യൂട്ടൻസിൻ്റെ ഡിസൈൻ ചെയ്ത് നമ്മളുണ്ടാക്കിയ ക്യാപിറ്റൽ സിറ്റി കാണുന്നത്. നമ്മൾ ഡൽഹി സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ എപ്പോഴും 2 സ്ഥലങ്ങളുണ്ടാകും. ഒരു സൈഡിൽ കംപ്ലീറ്റ് ഈ ഗവൺമെൻറ് ബിൽഡിങ്സും ഭയങ്കര പോഷ് സ്ഥലങ്ങളുമായിരിക്കും. അവിടെ ആൾക്കാർ താമസമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എല്ലാം കോൺസുലേറ്റുകളും ബിൽഡിങ്ങുകളും ഗവൺമെൻറ് ഓഫീസസും ഒക്കെ ആയിരിക്കും. വേറൊരു സൈഡിൽ കുറേ സ്ലംസും മറ്റു കാര്യങ്ങളും. അത് മനഃപൂർവ്വമായി അങ്ങനെ തിരഞ്ഞെടുത്തതാണ്. കാരണം ഇവർ ഏത് സ്ഥലം എക്സിസ്റ്റ് ചെയ്യുന്ന ഡൽഹി റിനോവേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പുതിയൊരു സിറ്റി നിർമ്മിക്കണോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ പുതിയൊരു സിറ്റി നിർമ്മിക്കുന്നതാണ്, ഹില്ലിൻ്റെ മുകളിൽ നിർമ്മിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയയിൽ നിർമ്മിച്ചെടുത്തതാണ് ഇന്ന് നമ്മൾ കാണുന്ന ന്യൂ ഡൽഹി എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ എന്തായാലും ഈ 2 പ്രഖ്യാപനങ്ങൾ ജോർജ് അഞ്ചാമൻ കൊണ്ടുവരുന്നു. അദ്ദേഹം കുറേ വാഗ്ദാനങ്ങളും വേറെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷുകാർക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കാരെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലുണ്ടായിരുന്ന വാഗ്ദാനങ്ങളാണ്. അല്ലാണ്ട് അതിനും അപ്പുറം ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് 1911 കഴിഞ്ഞു. വീണ്ടും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പരിപാടികളൊക്കെ വളരെ ആക്റ്റീവായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. 1-ാം ലോക മഹായുദ്ധം 1914 പൊട്ടിപ്പുറപ്പെടുന്നത്. ഇതിനു മുമ്പ് നമുക്ക് ഗാന്ധിജിയുടെ ഒരു എൻട്രൻസ് ഉണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലോട്ട്. അത് നമുക്ക് പ്രത്യേക ഒരു കഥയായിട്ട് പറയാം. അത് തൽക്കാലം ഞാനൊന്ന് ഐഡിയ വെച്ചിരിക്കണം. ഗാന്ധിജി നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരാളല്ലോ. അപ്പോൾ 1914 1-ാം ലോക മഹായുദ്ധം തുടങ്ങും. ഈ 1-ാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും 12 ലക്ഷം പട്ടാളക്കാരെയാണ് കൊണ്ടുപോയത്. 12 ലക്ഷം. ഈ യുദ്ധത്തിൽ നമുക്ക് ഒരു പങ്കുമില്ല. എവിടെയോ ആരും യുദ്ധം ചെയ്യുന്നതിന് നമ്മളെ നാട്ടിൽ നിന്ന് 12 ലക്ഷം പട്ടാളക്കാരെ ഇവർ യുദ്ധത്തിന് പോരാടാൻ വേണ്ടി കൊണ്ടുപോയി. അതെങ്ങനെ? ബ്രിട്ടീഷ് ആർമിയിൽ ഉണ്ടായിരുന്ന പട്ടാളക്കാർ മാത്രമല്ല, ഓരോ ചെറിയ ചെറിയ ഭരണ കേന്ദ്രങ്ങളിലും പോയി അവിടുത്തെ രാജാക്കന്മാരുമായിട്ട് സംസാരിച്ച് ആ രാജാക്കന്മാരുടെ അവരുടെ കാലാൾപ്പട, അവരുടെ കുതിരപ്പട, അവരുടെ ഇതെല്ലാം പെർമിഷൻ വാങ്ങിച്ച് അവരെയും കൊണ്ടുപോയിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ 1-2 ഗംഭീരമായിട്ടുള്ള ഇന്ത്യൻ സോൾജേഴ്സിൻ്റെ ഫൈറ്റിംഗ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലസ്തീൻ പിടിച്ചടക്കുന്ന ഒരു കഥയാണ്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പറയാം. ഞാൻ ഈ വീഡിയോയിലൂടെ പറയണമെന്ന് വിചാരിച്ചേ, പക്ഷേ ഒരുപാട് നീളമായിപ്പോവും. അത് നമുക്കൊരു സെപ്പറേറ്റ് കഥയായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. ഈ ഓട്ടോമൻ എംപയറിനെ കംപ്ലീറ്റ് ആയിട്ട് തൂത്തെറിഞ്ഞ് പലസ്തീൻ പിടിക്കുന്ന ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു കഥയാണ്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു 2-ാം ലോക മഹായുദ്ധത്തിൽ 1-ാം ലോക മഹായുദ്ധത്തിൽ ഈ ആൾക്കാർ പങ്കെടുക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇത് ഒരവസരമായിട്ട് ഇന്ത്യയിലുള്ള ചില വ്യക്തികൾ കണ്ടു. കാര്യം അവർ നോക്കിയപ്പോൾ പെട്ടെന്ന് ബ്രിട്ടീഷ് പട്ടാളം മുഴുക്കെ യൂറോപ്പിൽ പല സ്ഥലത്താർ യുദ്ധത്തിലാണ്. ഇന്ത്യയിലുള്ള പട്ടാളക്കാരുടെ എണ്ണം തുലവും കുറവാണ്. അപ്പോൾ ഒരു സായുധ വിപ്ലവത്തിന്
1857 നമ്മൾ നടത്തിയ വിപ്ലവത്തിന് ശേഷം രണ്ടാമതൊരു വിപ്ലവത്തിന് ഇപ്പോഴാണ് സാധ്യത. ഇതാണ് അതിൻ്റെ റൈറ്റ് ടൈം എന്ന് ഒരു കൂട്ടം ആൾക്കാർ ചിന്തിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം അദ്ദേഹമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി തുടങ്ങുന്നത്. പിന്നീട് അത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആർമി വിങ്ങായി മാറുന്നത്. വൺ ഓഫ് ദ ഫൗണ്ടേഴ്സാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വൺ ഓഫ് ദ ഫൗണ്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഈ റാഷ് ബിഹാരി ബോസ് അങ്ങനെ ഒരു ഐഡിയ ആയിരുന്നു. അദ്ദേഹം ബംഗാളിൽ ജനിച്ചു. വലിയ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ ആക്റ്റീവായി ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഗദ്ദാർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ, ബാക്കി സ്ഥലങ്ങൾ അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ എല്ലാം കൂടെ ഫണ്ടും അവരുടെയൊക്കെ കോൺട്രിബ്യൂഷനും ഒക്കെ വച്ചിട്ട് ഉണ്ടായിരുന്നൊരു പാർട്ടിയായിരുന്നു ഈ ഗദ്ദാർ പാർട്ടി. ഈ ഗദ്ദാർ പാർട്ടി ആയിരുന്നു ഈ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് റാഷ് ബിഹാരി ബോസിനെ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞത്. അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഇത് വളരെ വളരെ ആക്റ്റീവ്ലി ഐഡിയേഷനിലേക്ക് കൊണ്ടുവന്ന ഒരു സാധനമായിരുന്നു. എന്ന് വെച്ചാൽ ഏതൊക്കെ സ്ഥലത്ത് പട്ടാള വിപ്ലവം ഉണ്ടാവണം, ഒരു സ്ഥലം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഏത് വ്യക്തിയാണ് ആ സ്ഥലത്തിൻ്റെ കൺട്രോളിൽ വരേണ്ടത്, നമ്മൾ ഇന്ന ദിവസം ഇത് ചെയ്യണം എന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വളരെ ക്ലീൻ ആൻഡ് തറവ് പ്ലാനിങ്ങോടുകൂടിയായിരുന്നു ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. 1915 ഫെബ്രുവരി 21 ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. പല സ്ഥലങ്ങളിലും പട്ടാളത്തിൻ്റെ അതിൻ്റെ അകത്ത് തന്നെയുള്ള, അതായത് ഈ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ അകത്ത് തന്നെയുള്ള ഇന്ത്യക്കാർ ഒരുപാട് പേര് ഈ ഈവൻറ്റിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എക്സ്ക്യൂസ് മീ. അങ്ങനെ ഇത് ചെയ്യാനായിട്ട് ഇവർ തീരുമാനിക്കുന്നു. അവസാന നിമിഷം റാഷ് ബിഹാരി ബോസ് 21 എന്നുള്ള 2 ദിവസം മുന്നോട്ടാക്കി ഫെബ്രുവരി 19 നടത്താനായിട്ട് തീരുമാനിക്കുന്നു. പട്ടാളക്കാരെല്ലാം റെഡിയാണ്. നമ്മൾ സായുധ വിപ്ലവം രണ്ടാമതായി ചെയ്യാൻ പോവുകയാണ്. ബ്രിട്ടീഷുകാർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഫെബ്രുവരി 18 പല സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് ബ്രിട്ടീഷ് റെയ്ഡ് നടക്കുന്നു. ഈ റെയ്ഡ് നടന്ന് പല നേതാക്കന്മാരെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നു. അവർ കൊണ്ടുപോകുന്നു. ഈ ഓരോ സ്ഥലങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ആളാണ് അവിടുത്തെ ലീഡ് ചെയ്യേണ്ടത്, അവരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇതാരോ പറഞ്ഞു കൊടുത്തതുപോലെ പോലീസ് എല്ലാം വന്ന് കൃത്യമായ സ്ഥലങ്ങളിൽ അറസ്റ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി സംഘടിപ്പിച്ച് വെച്ചിരുന്ന സാധന സാമഗ്രികളും മറ്റ് ധനവസ്തുക്കളും എല്ലാം തന്നെയും പോലീസ് പിടിച്ചെടുക്കും. ഇത് ഭയങ്കരമായ തിരിച്ചടി ഉണ്ടാക്കി. ഇതിങ്ങനെ പിടിക്കാനുള്ള കാരണം ഇവരുടെ അകത്ത് തന്നെ ഒരു ഒറ്റുകാരനുണ്ടായിരുന്നു. കൃപാൽ സിംഗ് എന്നായിരുന്നു ആ ഒറ്റുകാരൻ്റെ പേര്. ഈ കൃപാൽ സിംഗ് ഈ ഇന്ത്യൻ ഗ്രൂപ്പിൻ്റെ അകത്ത് കയറുകയും ഇതിൻ്റെ അകത്ത് നിന്ന് കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കി ബ്രിട്ടീഷ് പട്ടാളത്തിന് ചോർത്തി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ കൃത്യമായ വിവരങ്ങൾ ഈ മുൻകൂട്ടി 21 നടത്തായിരുന്നത് 19 ആക്കിയത് പോലും ഈ ബ്രിട്ടീഷുകാർക്ക് ഇൻഫർമേഷൻ കിട്ടി. ഈ കൃപാൽ സിംഗിനെ വളരെ അടുത്ത് റാഷ് ബിഹാരി ബോസിന് ബാക്കിയുള്ളവർക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ്. ഇവർ ഒരിക്കലും ഈ പുള്ളിയെ സംശയിച്ചില്ല. അങ്ങനെ ആ ഇൻഫർമേഷൻ കിട്ടി. നമ്മുടെ സായുധ വിപ്ലവം ഒന്നും തന്നെ നടക്കാതെ, അല്ലെങ്കിൽ റാഷ് ബിഹാരി ബോസിൻ്റെ എന്താണോ സ്വപ്നം കണ്ടത് അത് നടക്കാതെ പോയി. ഈ കൃപാൽ സിംഗിനെ പിന്നീട് വിപ്ലവകാരികൾ വെടിവെച്ച് കൊല്ലുകയാണുണ്ടായത്. റാഷ് ബിഹാരി ബോസും അനുശീലൻ സമിതിയുമായിട്ടൊക്കെ ചെറിയ കണക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ആക്റ്റീവ് മെമ്പറൊന്നും അല്ലായിരുന്നു. അത് ആര്യ സമാജിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മുഴുക്കെ പിടിക്കുവാണ് പോലീസ്. റാഷ് ബിഹാരി ബോസിനെ പിടിക്കാനായിട്ട് പോലീസ് വലവിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും സെർച്ച് ചെയ്യുന്നു. പുള്ളിയുടെ വീട് ട്രാപ്പ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ പുള്ളി വേഷം മാറലിൽ ഒരു വിദഗ്ധനാണ്. അങ്ങനെ വേഷം മാറി പുള്ളി അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം പുള്ളി പിന്നീട് ജപ്പാനിലോട്ട് പോകുന്നു. ജപ്പാൻ പോകുന്ന പുള്ളി പിന്നീട് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ജപ്പാനിൽ നിന്നുള്ള ഒരു സപ്പോർട്ടാണ് പുള്ളി കൊടുത്തിരുന്നത്. പിന്നീട് സുഭാഷ് ചന്ദ്രബോസും ഇൻ്റർനാഷണൽ ആർമിയൊക്കെ തുടങ്ങി നമ്മൾ ജപ്പാനോട് അലയണ്ടാവാനൊക്കെ ഉള്ള വലിയൊരു റീസൺ റാഷ് ബിഹാരി ബോസായിരുന്നു. അദ്ദേഹം ജപ്പാനിൽ തന്നെയുള്ള ഒരു വനിതയെ വിവാഹം കഴിച്ച് അവിടെ തന്നെ താമസിക്കുന്നു. രവീന്ദ്രനാഥ് ടാഗോറുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ റാഷ് ബിഹാരി ബോസ്. ഇംഗ്ലീഷുകാർ ഇതിനെ ഗദ്ദാർ കോൺസ്പിറസി എന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പോഴും പറയുന്നു. ഈ മിലിറ്ററി മ്യൂട്ടിനി ഉണ്ടാകുമെന്നുള്ള, ഞാൻ മ്യൂട്ടിനി എന്ന് പറഞ്ഞാൽ ലഹള എന്നാണ്. ലഹളയല്ല, നമ്മൾ മിലിറ്ററി പരമായി അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ശക്തി ഉപയോഗിച്ച് നമ്മൾ അവരുടെ നിന്നും പവർ പിടിച്ചെടുക്കാൻ നോക്കുകയാണ്. പക്ഷേ ഒറ്റുകാർക്ക് ഇന്ത്യയിൽ പഞ്ഞമില്ലാത്തതുകൊണ്ട് അതിനൊരു വിജയമുണ്ടായില്ല. മിർ ജാഫറാണ് 1757 നമ്മൾ ഒറ്റ കൊടുത്തതെങ്കിൽ
കൃപാൽ സിംഗ് ആയിരുന്നു 1915 നമ്മളെ ഒറ്റുകൊടുത്തത്. പക്ഷേ 1915 ഒക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു 18 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ പറ്റിയുള്ള പല ചിന്തകൾക്കും കുറേയേറെ മാറ്റം വന്നു. അതിന് വലിയ കുറച്ച് റീസൺസും. അതിന് പ്രധാനപ്പെട്ട റീസൺ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പട്ടാളക്കാരായിരുന്നു. അപ്പോൾ ആ കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാണ് പറയുന്നത് ഈ വീഡിയോ സീരീസിലെല്ലാം തന്നെയും. എപ്പോഴും ഓർക്കുക, നമുക്കുള്ള സ്വാതന്ത്ര്യം, നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആരും നമുക്ക് ദാനമായി തന്നതല്ല. ഒരുപാട് പേരുടെ എന്താ പറയുക, ഒരു 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 സെൽഫിഷ്നെസ്സും ഇല്ലാത്ത ത്യാഗത്തിലൂടെ, അവരുടെ ജീവത്യാഗത്തിലൂടെയൊക്കെ നമുക്ക് കിട്ടിയതാണ് ഈ സ്വാതന്ത്ര്യം. അതുകൊണ്ട് ഇതിൻ്റെ കഥ എല്ലാവരുമായിട്ടും പറയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിക്കാത്ത പേരുകളും അവർ ചെയ്ത കാര്യങ്ങളുമൊക്കെ ഈ വീഡിയോയിലൂടെ പറയുക എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, അതാണ് മെയിൻ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.